തിന്മയുടെ കൂരിരുട്ടിനുമേൽ നന്മയുടെ വെളിച്ചം നേടുന്ന വിജയത്തിൻ്റെ ഉത്സവമാണ് ദീപാവലി. ജ്ഞാനം എന്ന പ്രകാശത്തിൻ്റെ ആഘോഷം കൂടിയാണ് അത്. വിവേകത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം ഓരോ ഹൃദയത്തിലും കൊളുത്താൻ നമുക്ക് കഴിയട്ടെ. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമാണ് ദീപാവലി. അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ദീപാവലിയായി ഭാരതത്തിൽ ആഘോഷിക്കുന്നത്. മലയാളികൾക്ക് തുലാമാസത്തിലാണ് ആഘോഷം. ഐതിഹ്യപരമായി ദീപാവലിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ട്. ദീപാവലി ആഘോഷങ്ങൾ ആരംഭിച്ചത് ത്രേതായുഗത്തിലാണെന്നും അല്ല ദ്വാപരയുഗത്തിലാണെന്നും രണ്ടു വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ബന്ധപ്പെടുത്തിയാണ് ദീപാവലിയുടെ കഥകൾ. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് വന്ന പുണ്യദിനം എന്നതാണ് ഒരു വിശ്വാസം. നരകാസുരനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ച ദിവസം എന്നത് മറ്റൊരു വിശ്വാസം. ഉത്തരേന്ത്യയിൽ പുതുവസ്ത്രവും മെഹന്തിയും മധുരവും ദീപാവലിക്ക് പകിട്ടേകുന്നു. മലയാളികളുടെ ദീപാവലിയെ കെങ്കേമമാക്കാൻ വിവിധ തരം പടക്കങ്ങൾ വിപണിയിൽ സജീവമാണ്. പടക്ക ഉപയോഗത്തിന് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നു. സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് എന്നും ആഘോഷങ്ങൾ. എല്ലാ അതിർത്തികളും ലംഘിച്ച് സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും എല്ലാവരും മുന്നോട്ടു പോകണമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ദീപാവലിയും. എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV.